ഇന്നത്തെ സുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേശുവും സമരിയാക്കാരിയുമായുള്ള സംഭാഷണത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഭക്ഷണം വാങ്ങാൻ പോയ ശിഷ്യന്മാർ തിരിച്ചു വരുമ്പോൾ ഒരു സമരിയാക്കാരി സ്ത്രീയുമായി യേശു സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവരുടെ അത്ഭുതത്തിന് ഒരു കാരണമുണ്ട്. യഹൂദ ഗുരുക്കന്മാർ ഒരിക്കലും സ്ത്രീകളോട് പൊതുസ്ഥലങ്ങളിൽ വെച്ച് സംസാരിക്കാറില്ല. കാരണം സ്ത്രീകൾക്ക് അവർ വ്യക്തിത്വം കൽപ്പിച്ചിരുന്നില്ല. കൂടാതെ യഹൂദർ സമരിയാക്കാരെ വെറുക്കുകയും ചെയ്തിരുന്നു. ഇവിടെ സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതിലൂടെ മനുഷ്യരുടെ ആത്മീയ രക്ഷയെക്കുറിച്ചാണ് യേശു ചിന്തിക്കുന്നതെന്നും അല്ലാതെ മനുഷ്യൻ പണിതുയർത്തിയ സാമൂഹിക മതിലുകളെക്കുറിച്ചല്ലെന്നും സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളമെടുക്കാൻ കൊണ്ടുവന്ന കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്ന സ്ത്രീ യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഒരാളിലുണ്ടാകുന്ന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ ആർക്കും കഴിയുകയില്ല. താങ്കൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുവാൻ ആവശ്യപ്പെടുന്ന ശിഷ്യന്മാരെ വലിയ ഒരു ആത്മീയ സത്യം ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് ഭൗതിക ആഹാരത്തേക്കാൾ മഹത്തരം എന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു.